സമസ്ത പ്രപഞ്ചത്തിന്റെയും ഹിതത്തിനു വേണ്ടി നിന്റെ ക്രോധം ശമിപ്പിച്ചേ മതിയാകും. പ്രപഞ്ചത്തിന്റെ ഹിതം, പ്രപഞ്ചത്തിന്റെ ഹിതം, പ്രപഞ്ചത്തിന്റെ ഹിതം. പ്രപഞ്ചത്തിന്റെ ഹിതത്തിനു വേണ്ടി നിരന്തരം നമ്മുടെ മാതൃവാത്സല്യം ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ ഹിതത്തിനു വേണ്ടി തന്നെയായിരുന്നു കാമദേവൻ ആഗതനായത്, മഹാദേവന്റെ സമാധിയെന്ന് ഭംഗപ്പെടുത്തിയതും. അപ്പോൾ മഹാദേവൻ കാമദേവനെ ഭസ്മമാക്കിയിരുന്നു. എന്നാൽ ശാപം, ഒരിക്കലും സന്താനങ്ങൾക്ക് ഗർഭപാത്രത്തിലൂടെ ജന്മം നൽകില്ലെന്ന ശാപം ലഭിച്ചത് ആർക്കായിരുന്നു? പാർവതിക്കായിരുന്നു. അപ്പോൾ രതിദേവിയെ ശാന്തയാക്കാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു? ശാപം നൽകുന്നതിൽ നിന്നും രതിദേവിയെ എന്തുകൊണ്ട് തടഞ്ഞില്ല? അഹിതത്തെയും കുറിച്ച് അന്ന് ചിന്തിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? പ്രപഞ്ചത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പാർവതിക്ക് കാർത്തികേയനെ പിരിയേണ്ടി വന്നു. പിന്നീട് അശോകസുന്ദരിയെയും പിരിഞ്ഞു. ഗണേശന്റെ ശിരസ് ഛേദിച്ചതും പ്രപഞ്ചത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നില്ലേ? ഈ പ്രപഞ്ചത്തിന്റെ ഹിതത്തിനു വേണ്ടി അവൾ സ്വന്തം ജീവിതം ഹോമിച്ചുകൊണ്ടിരുന്നു. അതവൾ സഹിച്ചുകൊണ്ടുവരുന്നു. ഇനിയും അത് തുടരുവാൻ സാധ്യമല്ല. ഈ പ്രാവശ്യം അവളുടെ സന്താനങ്ങളുടെ സുരക്ഷയുടെ പ്രശ്നമാണിത്. അവൾ സ്വന്തം മാതൃത്വം ബലിയർപ്പിക്കുകയില്ല, സ്വന്തം മനസ്സിന് ആഘാതം ഏൽപ്പിക്കുകയുമില്ല. ദുഷ്ടന്മാരുടെ സർവനാശം വിതയ്ക്കുന്നതാണ്. ഈ പ്രാവശ്യം പാർവതിയെ തടയുക അസംഭവ്യമാണ്.